അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ച കേസിൽ ശബരിമല അയ്യപ്പൻ്റെ പ്രതിസ്ഥാനീയനായ തന്ത്രി തന്നെ അറസ്റ്റിലായി. SIT ആണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം എന്ന് പ്രത്യേകം ഓർക്കണം. അതുകൊണ്ട് യാതൊരു രാഷ്ട്രീയ ഇടപെടലും സാധ്യമല്ല, നടന്നിട്ടുമില്ല എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ വഴി ജയിലിലേക്കാണ്. അപ്പോഴാണ് രണ്ട് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത്. ഒന്ന്, മാത്യു കുഴൽനാടനെ കുറിച്ചാണ്. എന്താണ് വാർത്ത? ചിന്നക്കനാൽ ഭൂമി കേസ്. മാത്യു കുഴൽനാടന് വിജിലൻസ് നോട്ടീസ്, ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ഇടപാട് വഴി കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ എന്ന സംശയത്തെ തുടർന്ന് ഈ വർഷം ആദ്യം ആണ് ED കേസിൽ ECIR രജിസ്റ്റർ ചെയ്തത്. സ്ഥലത്തിൻ്റെ മുൻ ഉടമ ഉൾപ്പെടെ 3 പേരെ ED ചോദ്യം ചെയ്തിരുന്നു. ഇങ്ങനെയാണ് വാർത്ത തുടങ്ങുന്നത്. വിശദമായ വാർത്ത: ഇടുക്കി ചിന്നക്കനാലിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട കേസിൽ മാത്യു കുഴൽനാടന് വിജിലൻസ് നോട്ടീസ്. ജനുവരി 16-ന് തിരുവനന്തപുരം വിജിലൻസ് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നോട്ടീസ്. ചിന്നക്കനാലിൽ 50 സെന്റ് അധിക ഭൂമി കൈവശം വെച്ചതിനാണ് കേസ്. വിജിലൻസ് എടുത്ത കേസിൽ 16-ാം പ്രതിയാണ് മാത്യു കുഴൽനാടൻ. ഇടുക്കി ചിന്നക്കനാലിൽ സർക്കാർ ഭൂമി കയ്യേറി റിസോർട്ട് നിർമ്മിച്ചെന്ന കേസിൽ മാത്യു കുഴൽനാടൻ MLAക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിനിടെയാണ് ഭൂമി കേസിൽ വിജിലൻസ് ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചിരിക്കുന്നത്. ചിന്നക്കനാലിലെ റിസോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് ED അന്വേഷിക്കുന്നത്. വിജിലൻസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു. ആരെ? സാക്ഷാൽ മാത്യു കുഴൽനാടനെ. മറന്നു പോകരുത്, ആരാണ് മാത്യു കുഴൽനാടൻ? നിയമസഭയ്ക്കകത്ത് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ദാ മകൾ, താങ്കളുടെ മകൾ അഴിമതിക്കാരിയാണ്, താങ്കൾക്ക് വേണ്ടിയാണ് മകൾ അഴിമതി നടത്തിയിരിക്കുന്നത് എന്നൊക്കെ വലിയ വായിൽ വിളിച്ചു പറഞ്ഞ മാത്യു കുഴൽനാടൻ ആ കേസിന് പിറകെ നടന്ന് അവസാനം ചെരുപ്പ് തേഞ്ഞു. സുപ്രീം കോടതി പറഞ്ഞു കേസും പിൻവലിച്ച് പോകാൻ. അത്രമാത്രം തിരിച്ചടി നേരിടേണ്ടി വന്നു മാത്യു കുഴൽനാടന്. അതേ മാത്യു കുഴൽനാടൻ ഇതാ ഇപ്പോൾ വിജിലൻസിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. അതുമാത്രമാണോ വാർത്ത? മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അതാണ് അതിലും വിശേഷം. വാർത്തയുടെ തലക്കെട്ട് തന്നെ നോക്കണം. 6 വർഷത്തിനിടെ വർദ്ധിച്ചത് 50 കോടിയുടെ സ്വത്ത്. PV അൻവർ സംശയ നിഴലിൽ, വീണ്ടും ചോദ്യം ചെയ്തേക്കും. ഇതാണ് വാർത്തയുടെ തലക്കെട്ട്. 6 വർഷത്തിനിടെ വർദ്ധിച്ചത് 50 കോടിയുടെ സ്വത്ത്. PV അൻവർ സംശയ നിഴലിൽ, വീണ്ടും ചോദ്യം ചെയ്തേക്കും. 2015-ൽ അൻവറിന്റെ സ്വത്ത് 14.3 കോടി രൂപയായിരുന്നുവെങ്കിൽ 2021-ൽ അത് 64.14 കോടി രൂപയായി വർദ്ധിച്ചു. അടുത്തിടെ അൻവറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും നടത്തിയ റെയ്ഡിന് ശേഷം ED പുറത്തുവിട്ട വിവരമാണ് ഇത്. മുൻ MLAയും തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനറുമായ PV അൻവറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മണിക്കൂറുകൾ ചോദ്യം ചെയ്തതിന് പിന്നിൽ ഏതാനും വർഷങ്ങൾക്കിടയിലെ വൻ വരുമാന വർധനവും. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് എടുത്തിട്ടുള്ള വായ്പകളുടെ മറവിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന അന്വേഷണത്തിലാണ് വരുമാന വർധനവും അന്വേഷണ പരിധിയിലായത്. 2015-ൽ അൻവറിന്റെ സ്വത്ത് 14.3 കോടി രൂപയായിരുന്നുവെങ്കിൽ 2021-ൽ ഇത് 64.14 കോടി രൂപയായി വർദ്ധിച്ചു. അടുത്തിടെ അൻവറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും നടത്തിയ റെയ്ഡിന് ശേഷം ED പുറത്തുവിട്ട വിവരമാണ് ഇത്. അതിനിടെ അൻവറിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നാണ് ED വൃത്തങ്ങൾ സൂചന നൽകുന്നത്. വെറും 6 വർഷത്തിനിടയിലാണ് 50 കോടി രൂപയുടെ സ്വത്ത് അൻവറിനെ വർദ്ധിച്ചതെന്ന് ED കണ്ടെത്തിയിരുന്നു എന്നാണ് വാർത്ത. അപ്പോൾ അൻവറിന്റെ അവസ്ഥ എന്താണ് എന്ന് ഏതാണ്ട് ബോധ്യമായല്ലോ. ED ആണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. EDയുടെ കയ്യിൽ പെടുമോ അൻവർ? രക്ഷപ്പെടുമോ അൻവർ എന്നതേ ഇനി അറിയാനുള്ളൂ. മറ്റൊരാൾ ക്യൂവിലാണ്. ആര്? കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ്. VD സതീശനാണ്. VD സതീശൻ പുറംജനി കേസിൽ CBI അന്വേഷണം വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. നിയമോപദേശത്തിന് വിട്ടിരിക്കുകയാണ്. അത് CBIക്ക് വിട്ടാൽ, CBI അന്വേഷിച്ചാൽ ഉറപ്പായും VD സതീശൻ്റെയും വഴി ഏതായിരിക്കും? തന്ത്രിയുടെ വഴി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കള്ളന്മാർ ഒന്നൊന്നായി പോകുന്നത് ജയിലിലേക്കാണ്. ആരാണ്? കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് പിണറായി വിജയൻ തീയാണ് തീ എന്ന്.